ശരിക്കും യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ റെലവൻ്റ് ആയി തോന്നി. അപ്പോൾ ശരിക്കും നമുക്കെന്ന് വെച്ചാൽ ഭയം കൂടാതെ രോഗികൾക്ക് ഈ ആശുപത്രികളിൽ വരണം. എത്താൻ പറ്റും. അത് വലിയ ആശുപത്രി ആയാലും ചെറിയ ആശുപത്രി ആയാലും ഗവൺമെന്റ് ആശുപത്രി അവിടെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സർ. കുറച്ചു മുന്നേ പറഞ്ഞ നമുക്ക് ഒരു ഡോക്ടറിനെ കാണുമ്പോ നമുക്ക് തോന്നുന്ന സംശയങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറിനോട് ചോദിക്കാം. ആ സംശയ നിവാരണം കറക്റ്റ് ആയിട്ട് നടത്താം. എനിക്കൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ നേരത്ത് എനിക്കുള്ള സംശയങ്ങൾ വൃത്തിക്ക് ചോദിക്കാം. എനിക്കവിടെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ഇതിനൊന്നും എവിടെയും തടസ്സമില്ല. എനിക്ക് ഫിനാൻഷ്യലി കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് അവർ തരുന്ന എസ്റ്റിമേറ്റ് എനിക്ക് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ഇതിൽ എന്തൊക്കെ കവർ ചെയ്യുന്നു? നേരത്തെ പറഞ്ഞില്ലേ സർ, ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാറിന് ഒരു ബൈക്കിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നോക്കി എന്തൊക്കെ അതിൽ ഉൾപ്പെടും എന്നുള്ള കറക്റ്റ് നോക്കിയിട്ടേ എടുക്കുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും ഇതേപോലെ കൃത്യമായി നോക്കി തന്നെ എടുക്കണം. എനിക്ക് കോസ്റ്റ് ആ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നെങ്കിൽ അതിന് വരുന്ന കോസ്റ്റിനെ പറ്റി ഓരോ കോസ്റ്റിനെ പറ്റിയും ഞാൻ അവെയർ ആയിരിക്കണം. ഞാൻ ചോദിക്കണം. എനിക്ക് ചോദിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.